സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ ഫത്തഷ്തുൽ അഅമാല കുല്ലഹ ഫമാ വജത്തു ഫീഹ അഫ്ളല മിൻ ഇത്ആമി ത്വആം, ഞാൻ മുഴുവൻ പ്രവർത്തനങ്ങളെയും മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഒന്ന് അനലൈസ് ചെയ്തു, ഒന്ന് പരിശോധിച്ചങ്ങനെ നോക്കി, തഫ്തീഷ് ഇങ്ങനെ ചികഞ്ഞ് ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കി. അപ്പോൾ ഫമാ വജത്തു ഫീഹ അഫ്ളല മിൻ ഇത്ആമി ത്വആമി, ഒരാൾക്ക് അന്നം നൽകുന്നതിനേക്കാൾ നല്ലതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സൽക്കർമ്മത്തെയും ഞാൻ എത്തിച്ചില്ല എന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ പറയുന്നുണ്ട്. എന്നിട്ട് മഹാനുഭാവം പറയുന്നത് ബാക്കി കൂടെ പറയുന്നു, അവദ്ദു ലൗ കാനത്തി ദുന്യ ബിയദി ഫഉത്ഇമുഹൽ ജിയാ. അവദ്ദു, ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ലൗ കാനത്തി ദുന്യ ബിയദി, ഈ കാണുന്ന ദുനിയാവ് മുഴുവനും എൻ്റെ കൈവശം അധീനതയിലായിരുന്നുവെങ്കിൽ, ദുനിയാവിലെ സമ്പത്ത് മുഴുവനും എന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഫഉത്ഇമുഹ അൽ ജിയാ, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്ന പ്രവർത്തനത്തെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ പറയുന്നുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങനെ എടുത്തു വെക്കാനുള്ളതല്ല നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. പാവങ്ങൾക്ക്, വിശക്കുന്നവർക്ക്, അശരണർക്ക്, അനാഥകൾക്ക്, അഗതികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം നൽകുക എന്ന വലിയ കർമ്മത്തെ നമ്മളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണം അപരന് നൽകണം. പാവപ്പെട്ടവർ നമ്മുടെ അയൽവാസികളിലോ കുടുംബങ്ങളിലോ ഭക്ഷണം നല്ലതുപോലെ ലഭിക്കാത്തവരുണ്ടാകില്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടേ നാം ഭക്ഷിക്കാവൂ എന്ന വലിയ പാഠം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമുക്ക് നൽകുന്നുണ്ട്. അവിടുത്തെ മദദും ഹിമായത്തും നുസ്റത്തും തർബിയത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.